രാജ്യത്തെ അതീവ പ്രതിഭാധാരനായ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് എം.ടി. വാസുദേവൻ നായരെന്ന് എം.എൽ.എ. കെ ശൈലജ. ഒരു കാലത്തിന്റെ മുഴുവൻ ചിന്തകളും പകർത്താൻ എം.ടിക്കായി. കൂട്ടുകുടുംബത്തിന്റെ വലിയ സവിശേഷത എം.ടിയുടെ രചനകളിൽ കാണാം. എം.ടി എപ്പോഴും മനുഷ്യത്വത്തിനു വേണ്ടി സംസാരിച്ചു. എം.ടിയുടെ നഷ്ടം വലിയ ആഘാതമാണെന്നും കെ ശൈലജ വ്യക്തമാക്കി. ഒരുപാടൊന്നും പറയേണ്ടതില്ല. എം.ടിയുടെ കൃതികൾ ഈ സമൂഹത്തെ ചിട്ടപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള അന്നത്തെ ചെറുപ്പക്കാർ വായിച്ചു വളരുമ്പോൾ ഭാഷയുടെ സൗന്ദര്യം, ഒട്ടും മേധസ്സില്ലാത്ത ഭാഷയാണ് എം.ടിയുടേത്. മലയാളം ഇത്ര മനോഹരമായി, ഇത്ര തീക്ഷ്ണമായി പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ആ വായനയിലൂടെയാണ് ഞങ്ങളെല്ലാം സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത്. അതെല്ലാം അപ്പടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ ആ ഭാഷയുടെ നൈർമല്യം ഉൾക്കൊള്ളാൻ സാധിച്ചു. നൈർമല്യം മാത്രമല്ല, തീക്ഷ്ണമായിരുന്നു. രണ്ടാം മുഴത്തിൽ എം.ടി പറയുന്നൊരു വാചകമുണ്ട്: ചങ്ങലയഴിഞ്ഞ ചണ്ഡമാരുതനെ പോലെ അവൻ കാട്ടിൽ നിന്നിറങ്ങി വന്നു. അതായിരുന്നു ഭീമൻ, അതിൻ്റെ അംശമായിരുന്നു ഭീമൻ. അത് എന്തോ ഒരു ശക്തമായ ഭാഷയാണ്. ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുകയല്ല. പക്ഷെ അതൊക്കെ മനസ്സിൽ മിന്നിമറയുകയാണ്. എം.ടി വായിക്കപ്പെടണം. വരുന്ന തലമുറ ധാരാളമായിട്ട് എം.ടിയുടെ എല്ലാ പുസ്തകങ്ങളും വായിക്കണമെന്ന് ഞങ്ങളെപ്പോലുള്ള മുതിർന്ന തലമുറ ആഗ്രഹിക്കുന്നു. ഞങ്ങളും തുടർന്ന് വായിക്കണം. മരണം ഒരു അനിവാര്യതയാണ്. പക്ഷേ എം.ടിയെ പോലുള്ളവർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതൊരു വലിയ ആഘാതമാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും നമ്മളിലൂടെ ജീവിക്കും. ടീച്ചറിൻ്റെ സരസ്വതി ടീച്ചർ, ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ ധന്യയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാരണം അവരൊരുപാട് കഴിവുള്ളവരാണ്. പക്ഷേ അവർ തന്നെ പറയുന്നത് ആ കഴിവിൻ്റെ 80% പ്രകാശിപ്പിക്കാൻ സഹായിച്ചത് എം.ടിയുടെ സാന്നിധ്യമാണ് എന്നാണ്. മകൾ അശ്വതി എം.ടി ആഗ്രഹിക്കുന്നത് പോലെ ഒരു കലാകാരിയായി വളർന്നു വന്നിരിക്കുന്നു. ആ കുടുംബത്തോട് അവർക്കുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. എം.ടിയുടെ വേർപാടിൽ കേരളത്തിലെ എം.ടിയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ദുഃഖത്തിൽ എൻ്റെ ഒരു ചെറിയ ദുഃഖപ്രകടനം കൂടി കാഴ്ചവെക്കുക. അതിൻ്റെ കൂടെ എൻ്റെ ദുഃഖവും അലിഞ്ഞു ചേരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.